Hello my dear friends, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി ഓണിയൻ റിംഗ്സ് ആണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കടക്കാം. നമുക്കിനി ക്രിസ്പി ഓണിയൻസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തൊലി കളഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. സ്ലൈസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് കുറച്ച് തിക്നെസ്സിൽ വെട്ടിയെടുക്കണം. എന്നിട്ട് വിടിയിപ്പിച്ചെടുക്കണം ഇതുപോലെ. ഇത് നല്ലൊരു 4 മണി ചായക്ക് പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം വീട്ടിൽ. കണ്ടോ, ഇതുപോലെ ഞാൻ ബാക്കിയുള്ള സവാള ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ റെഡിയാക്കണം. അതിനു വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ മൈദ മാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ സവാളയിൽ ഇതൊന്ന് കോട്ടായി കിട്ടണം. അപ്പോൾ അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ സവാളയിൽ നിന്ന് കോട്ടായി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും മുളക് പൊടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു വെക്കണം. ഓണിയൻ റിങ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ സവാള മാവിൽ മുക്കി എടുത്ത് വെച്ചേക്കണ ബ്രെഡ് ക്രംസിൽ നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ ആവുന്ന പോലെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ മാറ്റി വെക്കുന്നു. നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ മാവിൽ മുക്കി എടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കൊടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നു. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സവാള തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ. ഇത് ഗോൾഡൻ കളറാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനകത്തേക്ക് ഞാൻ മാറ്റുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്പി ഓണിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.